കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായവരാണ് നമ്മൾ. ടെക്നോളജി ഇത്രയൊക്കെ വളർന്നിട്ടും എന്തേ നമുക്ക് ഇതിനെ ഒരു അറുതി വരുത്താൻ സാധിക്കുന്നില്ല. പ്രളയം ഇനിയുമുണ്ടാകും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ധാരാളം മലകൾ ഇനിയുമുണ്ട്. ഏത് മലകളാണ് ഇനി നാളെ പൊട്ടാൻ പോകുന്നത് എന്ന് ആർക്കും ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റു പല രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇന്തോനേഷ്യയിൽ എത്രയോ വോൾക്കാനുകളുണ്ട്, ആക്റ്റീവ് വോൾക്കാനുകൾ ഇന്നുമുണ്ട്. അത് പൊട്ടുന്നതിൻ്റെ, അത് പുറത്തേക്ക് ആ ലാവ ഒഴുകുന്നതിൻ്റെ മുൻപേ അവർക്ക് വിവരം കൊടുക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്ന് ഇന്തോനേഷ്യയിലുണ്ട്. ഇന്ത്യയെപ്പോലെ അത്ര വളർന്ന ഒരു രാജ്യമൊന്നുമല്ല ഇന്തോനേഷ്യ. പക്ഷേ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ഇതിൻ്റെ പ്രഷർ കൂടുന്നുണ്ട്, അവിടെ നിന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്, 24 മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ആളെ ഒഴിപ്പിക്കണം എന്ന് പറയാനുള്ള ടെക്നോളജി ഇന്നുണ്ട്. ഇനിയും പൊട്ടാൻ സാധ്യതയിൽ എത്രയോ മലകളുണ്ട്. ഈ പറയത്തക്ക അപകടങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. എന്നാൽ അപകടം ഇല്ല എന്ന് പറയുന്നില്ല. എന്നതുപോലെ കേരളത്തിൽ എത്രയോ മലകൾ ഇനിയുണ്ട്. അതിനകത്ത് എത്രത്തോളം മർദ്ദമുണ്ട്, എത്രത്തോളം വെള്ളമുണ്ട്, അതെന്ന് പൊട്ടും എന്ന് ഇന്ന് വരെ നമുക്ക് ഒന്ന് പഠിക്കാനോ പഠനം നടത്താനോ ആരും മുന്നോട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ എർത്ത് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞ എർത്ത് പ്രഷർ സെൽ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ എത്രയോ മുമ്പ് തന്നെ ജപ്പാനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം സെൻസറുകൾ ഭൂമിക്കടിയിൽ കുഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മലമുകളിൽ ചെറിയ ദ്വാരമിട്ടുകൊണ്ടോ, അല്ലെങ്കിൽ മലമുകളിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ടും ആ മലക്കകത്തുള്ള മർദ്ദം എത്രയെന്ന് നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗമുണ്ടത്രേ. തന്നെയുമല്ല, ആ മർദ്ദം എത്രത്തോളം വേരിയബിളാണ്, പെട്ടെന്ന് വേരി ചെയ്യുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അലാറം തരാനും മെസ്സേജ് തരാനും ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുമുള്ള സാങ്കേതിക വിദ്യകളുള്ള ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കൂടെ ഉള്ള അപകടമാകുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോകും. പ്രളയ ദുരന്തങ്ങളും അതുപോലെ ഇത്തരം മലകൾ പൊട്ടുന്നതൊക്കെ നേരത്തെ തന്നെ കേരളത്തിലുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ എന്തേ ഈ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാതെ പോകുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ സോയിൽ പ്രഷർ ഗേജ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ, മണ്ണിൻ്റെ അടിയിലുള്ള മർദ്ദം എത്രത്തോളം ഉണ്ട് എന്ന് മുകളിൽ ഒരു യൂണിറ്റ് വെച്ചൊരു യന്ത്രം വെച്ചൊരു മെഷീൻ വെച്ചുകൊണ്ട് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ജപ്പാനിലുണ്ട്. അവർ എത്രയോ വർഷങ്ങളായി പരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം പ്രളയങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഈ സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ ഭൂമി കുലുക്കം? ഭൂമിക്കടിയിൽ അമിതമായ പ്രഷർ ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് പൊട്ടി വിഘടിച്ചു അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതാണല്ലോ ഈ ഭൂമി കുലുക്കം, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ. ഇതിനെ നേരത്തെ കണ്ടെത്താനുള്ള മീറ്റർ ഗേജ് പോലും ഇന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇത്തരം മലകളെ കണ്ടെത്തി ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാൻ, അല്ലെങ്കിൽ വെള്ളം അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന മലകളാണ് ഇങ്ങനെ പൊട്ടി പുറത്തോട്ട് വരുന്നത്? ഇതിനെ നേരത്തെ തന്നെ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് ഇത്തരം സെൻസറുകൾ സ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഒരു ദുരന്തത്തിന് സാക്ഷിയാകാൻ കേരള ജനതയ്ക്ക് കഴിഞ്ഞോളന്നില്ല. അത്രയും സങ്കടകരമായ വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടെക്നോളജി മേഖലയിൽ ഒരു അല്പം കൂടി ചിന്തിക്കുന്ന ആളുകൾ കടന്നു വരണം എന്നും കൂടെ പറയട്ടെ. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ടെക്നിക്കൽ ഇൻഫർമേഷൻ അറിയാവുന്ന എൻ്റെ പ്രേക്ഷകരുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഇതിൻ്റെ താഴെ നിങ്ങൾ എഴുതി പിടിപ്പിക്കണം. ഏത് സെൻസറുകളാണ്, ഏത് ടെക്നോളജിയാണ് ഇതിന് പാകം എന്ന് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. അതോടൊപ്പം സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങളിൽ പ്രത്യേക തെർമൽ ക്യാമറകളൊക്കെ വെച്ച് ഭൂമിയുടെ ഓരോ ഘടനയും മനസ്സിലാക്കാനും അതിൽ വരുന്ന വേരിയേഷൻ, വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. ഇതൊക്കെ വാടക കൊടുത്താൽ പല രാജ്യങ്ങളും നാസയെ പോലുള്ള ടെക്നോളജി സ്ഥാപനങ്ങളും അമേരിക്കയും നമുക്ക് തരാൻ തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ അർജുനെ കാണാതായിട്ട് തെർമൽ ക്യാമറ വെച്ചാണ് ആ ലോറി ഐഡന്റിഫൈ ചെയ്തത്. അതുപോലെ ഇത്തരം ടെക്നോളജിയൊക്കെ സാറ്റലൈറ്റ് ക്യാമറയിലുണ്ട്, തെർമൽ ക്യാമറ അതിനകത്തുണ്ട്. അതേപോലെ സാറ്റലൈറ്റ് ക്യാമറ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം മലകളെ നിരീക്ഷിക്കാനും അതിൽ വരുന്ന വ്യത്യാസങ്ങളെ നേരത്തെ മനസ്സിലാക്കാനുമുള്ള സാങ്കേതിക വിദ്യ പോലുമുണ്ട്. ഇനി അതൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് എന്ന് വെക്കാം. നമുക്ക് സ്വന്തമായി തന്നെ ഇത്തരം ടെക്നോളജി ഉൽപ്പന്നങ്ങൾ മേടിച്ച് നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ മലകൾക്കിടയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു വൻ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കൂലേ എന്നാണ് എൻ്റെ ഒരു വിലപ്പെട്ട അഭിപ്രായം. എൻ്റെ പ്രേക്ഷകർ ധാരാളം പറയാറുണ്ട്. കഴിഞ്ഞ ഇന്നലും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ അല്പം വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ ദുരന്തത്തെപ്പറ്റി നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് വളരെ വികാരഭരിതമായി സംസാരിക്കുകയുണ്ടായി.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോസൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനൊരു എഡിറ്ററും മാനേജ്മെൻറ്റും ഉണ്ട്. അവരത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നും ഇങ്ങനെ ഒരു അപകടം നടക്കുന്നതൊന്നും അറിയാതെ അതങ്ങനെ ഓട്ടോമാറ്റിക് പോകുന്നതാണ്, മനഃപൂർവ്വമല്ല. ഏതായാലും ഞാനും പ്രതികരിച്ചു എന്ന് മാത്രമല്ല, ഞാനിതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകളും പഠനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ അർജുനൻ്റെ വിഷയത്തിൽ തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു അപകടം ഇനി നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും എത്രയോ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റിൽ എഴുതി പിടിപ്പിക്കുക. ഇനി ഒരു ദുരന്തത്തിന് ഒരാളുടെ ജീവനെങ്കിലും നമുക്ക് നേരത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ ദാറ്റ്സ് ഓൾ. ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി.